ഗ്രീൻ പീസൊക്കെ വെന്തതിന് ശേഷം ഈ ക്യാരറ്റും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിലും കൂടെ അടിക്കാൻ വെക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി വെന്തതിന് ശേഷം ലാസ്റ്റാണ് ശരിക്കും തക്കാളി ചേർക്കുന്നത്. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു 2 വിസിലും കൂടെ അടിക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ എടുത്ത് കലക്കി ഒഴിച്ച് നോക്കി അപ്പം ഉണ്ടാക്കി നോക്കുവാണ് കേട്ടോ. അപ്പത്തിൻ്റെ മാവ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കപ്പി കാച്ചിയ അപ്പത്തിൻ്റെ മാവാണേ. സാധാരണ ഞാൻ എപ്പോഴും തേങ്ങ അരയ്ക്കാതൊക്കെ ഉണ്ടാക്കുന്നതുണ്ടല്ലോ, അതിൽ പിന്നെ ഒരു സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിപ്പം കപ്പി കാച്ചി ഉണ്ടാക്കിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, അരച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി. ഇനി ഗ്രീൻ പീസ് എല്ലാം വെന്തതിന് ശേഷം അതിനുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് എരിക്ക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത് കേട്ടോ.